മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. അങ്കമാലി നഗരസഭയുടെയും കാലടി ഗ്രാമപഞ്ചായത്തിന്റെയും മധ്യഭാഗത്ത് വ്യവസായ സ്ഥാപനങ്ങൾ തടങ്കലിൽ വച്ച് മലിനമാക്കുന്ന ഒരു ജലസ്രോതസ്സുണ്ട്. ഏതാനും വർഷങ്ങൾ മുൻപ് വരെ തെളിനീരൊഴുകിയിരുന്ന ആനാട്ടുതോട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കണ്ണടക്കലും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയുമുണ്ടെങ്കിൽ വമ്പന്മാർക്ക് എന്തുമാകാമെന്ന് ആനാട്ടുതോട് കാണിച്ചു തരും. ആനാട്ടുതോടിന് ഒരു നല്ല കാലമുണ്ടായിരുന്നു, ഏതാണ്ട് ഒരു 15 വർഷം മുൻപ് വരെ. അക്കാലത്ത് പ്രദേശവാസികൾ കുളിക്കാനും അലക്കാനും കുട്ടികൾ നീന്തി തുടിക്കാനും ഈ തോട് ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയില്ല. പ്രദേശത്തെ സ്വകാര്യ റൈസ് മില്ലുകളും വൻകിട ടയർ കമ്പനി അടക്കമുള്ള മറ്റു വ്യവസായ സ്ഥാപനങ്ങളും ചേർന്ന് ആനാട്ടുതോടിനെ സ്വന്തമാക്കി. ഓമനിച്ചു വളർത്തി പരിപാലിക്കാനല്ല, മാലിന്യം തള്ളി നശിപ്പിക്കാൻ. ഇതിനായി തോടിന്റെ വശങ്ങളിലുള്ള ഭൂമിയെല്ലാം അരിമില്ലുകാർ കൈയടക്കി. കാട് കയറി കിടക്കുന്ന ഈ ഭൂമിയിലേക്ക് മില്ലുകളിൽ നിന്ന് പൈപ്പിട്ട് മാലിന്യം തള്ളാൻ തുടങ്ങി. തോട്ടിലേക്കും മതിൽ കെട്ടി തിരിച്ച ചെറിയ കാനകളിലേക്കും പൈപ്പ് വഴി മാലിന്യം തള്ളുന്നതിന് പുറമെയാണിത്. പ്രദേശമാകെ കമ്പനികളുടെ സ്വന്തമായതോടെ തോടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മറ്റാരും അറിയാത്ത സ്ഥിതിയുമുണ്ടായി. വൻതോതിൽ രാസമാലിന്യവും മലിനജലവും തള്ളപ്പെട്ടതോടെ സമീപത്തെ കിണറുകളെല്ലാം വിഷമയമായി. പ്രദേശവാസികളും വിവിധ സംഘടനകളും ഒട്ടേറെ സമരങ്ങൾ സംഘടിപ്പിക്കുകയും അധികാരികൾക്ക് പരാതി നൽകുകയും ചെയ്തുവെങ്കിലും ഒന്നും സംഭവിച്ചില്ല. അങ്കമാലി നഗരസഭാ ഭരണസമിതികളെയും കാലടി ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും നോക്കുകുത്തികളാക്കി വ്യവസായ സ്ഥാപനങ്ങൾ മാലിന്യം തള്ളൽ തുടരുകയാണ്. കഴിഞ്ഞ വർഷം ആദ്യം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിനും ജില്ലാ കളക്ടർക്കും മൈനർ ഇറിഗേഷൻ വകുപ്പ് അധികാരികൾക്കും നാട്ടുകാർ പരാതി നൽകിയിരുന്നു. അന്വേഷിക്കാം, നടപടിയെടുക്കാം എന്ന മറുപടിയിൽ വിഷയം ഒതുങ്ങി. ഒടുവിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അംഗങ്ങൾ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ബന്ധപ്പെട്ടവരെ എല്ലാം ഇരുത്തി ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നതെന്ന് അങ്കമാലി നഗരസഭാ കൌൺസിലർ AV രഘു പറഞ്ഞു. നിരവധി വർഷങ്ങളായിട്ട് കുറേയധികം കുടുംബങ്ങളുടെ തീരാ ദുഃഖവും വേദനയുമാണ് നമ്മുടെ ഈ കാണുന്ന ആനാട്ടുതോട് എന്ന ഈ ശുദ്ധജല സ്രോതസ്. വളരെ നാളുകൾക്ക് മുമ്പ് ശുദ്ധജല സ്രോതസ്സായിരുന്നെങ്കിലും ഇന്നിപ്പോൾ അത് തീരാ വേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിലൂടെ ഒഴുകുന്ന മലിനജലം അടുത്തുള്ള വീടുകളിലെ കിണറുകളിലേക്ക് ഉറവയായി എത്തി അതോടൊപ്പം ഈ വെള്ളത്തിലിറങ്ങുന്ന സമയത്ത് ചൊറിച്ചിലും അസ്വസ്ഥയും ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇന്നിവിടെ സംജാതമായിട്ടുള്ളത്. നിരവധി വർഷങ്ങളായിട്ട് വിവിധ സംഘടനകളും ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുമെല്ലാം നിരവധിയായിട്ടുള്ള പരാതികൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയെങ്കിലും നാളിതുവരെ യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായതായി നമുക്ക് കാണാൻ സാധിക്കില്ല. വർഷങ്ങളായി പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതത്തിനു നേരെ കണ്ണടയ്ക്കുകയായിരുന്നു നഗരസഭയും പഞ്ചായത്തും. ജലാശയങ്ങൾ സംരക്ഷിക്കാനും നവീകരിക്കാനുമാണ് ശ്രമമെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ആനാട്ടുതോടിന്റെ കാര്യത്തിൽ മറിച്ചാണ് സംഭവിക്കുന്നത്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇപ്പോൾ നടത്തുന്ന അന്വേഷണം ഫലപ്രാപ്തിയിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MB ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ?
MV Jacko Jewelers, Angamali.